നമസ്കാരം. ആൾറൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മദർ ബോർഡിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതല്ല. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ബോർഡിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ H61 ഇൻ്റൽ മദർ ബോർഡിൽ നമ്മളെ പാസ്വേഡ്, അതായത് ബോർഡിൽ പാസ്വേഡ് ലോക്ക് ചെയ്തത് എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിൽ പാസ്വേഡ് നമ്മൾ ചിലപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ വിൻഡോസ് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പാസ്വേഡ് മറന്നു പോകൽ സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് പാസ്വേഡ് അറിയാത്തൊരു സാധാരണ സർവീസ് സെൻറ്ററിൽ കൊടുക്കും. ചില ആളുകൾ ബയോസ് റിമൂവ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യും. ചില ആളുകൾക്ക് അത് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ മിക്ക ആളുകളും ചിലപ്പോൾ ബോർഡ് ഒഴിവാക്കിയിട്ട് വേറെ ബോർഡ് വാങ്ങിക്കാറാണ്. ചില ആളുകൾക്ക് അറിയാത്ത ആളുകൾ, ചില ആളുകൾ സർവീസ് സെൻറ്ററുമായിട്ട് സമീപിച്ച് അവർ 10-500 കൊടുത്തിട്ട് അത് പാസ്വേഡ് അൺലോക്ക് ആക്കും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മദർ ബോർഡ് സീരീസിലാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ. അപ്പോൾ നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 മദർ ബോർഡ് സർവീസിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പവർ ഓണാകാത്ത പ്രോബ്ലം, ബയോസ് പ്രോബ്ലം, അതുപോലെ തന്നെ ഫാന് കറങ്ങി നിൽക്കുക, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ അതിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈ ചാനലിൽ നമ്മളെക്കൊണ്ട് നമുക്ക് സർവീസ് സെൻറ്ററുമായിട്ട് ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്ത് ശരിയാക്കിയെടുക്കാവുന്ന കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കോമൺ ആയിട്ട് വരുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസുകൾ മാത്രമാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ബയോസ്, ചിപ്പ് റീബോളിങ് അങ്ങനെയുള്ളതൊക്കെ എൻ്റെ വേറൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ നമുക്ക് ചിപ്പ് റിമൂവ് ചെയ്യണത്, ഓഡിയോ IC മാറ്റുന്നത്, ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ ഞാൻ ആൾ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സർവീസിങ്, കോമൺ ആയിട്ട് വരുന്ന സർവീസിങ്, നമുക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് കോമൺ ആയിട്ടുള്ള രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇടുന്നില്ല. കാരണം എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ നമ്മളടുത്ത് ബ്ലോവർ, അതേപോലെ തന്നെ ഈ പഞ്ചിങ് മെഷീൻ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും പ്ലെയറും എന്തായാലും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമാണ്. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഫാന്, TV, ഓഡിയോ സിസ്റ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ, SMBSൻ്റെ കംപ്ലൈൻറ്റുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഡിസ്പ്ലേ എടുക്കാത്ത പ്രശ്നം, ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ മാറ്റുന്ന വീഡിയോസുകൾ, അങ്ങനെ എല്ലാ വീഡിയോസുകളും ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കഴിയാവുന്നത് സബ്സ്ക്രൈബ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ബയോസിൽ നമ്മളെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വിൻഡോസ് ഫോർമാറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ബയോസിൽ സ്റ്റെപ്പിലേക്ക് കടക്കാൻ കഴിയില്ല. പാസ്വേഡ് എൻ്റർ ചെയ്താലുള്ളൂ ബയോസ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ കഴിയുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളുടെ മദർ ബോർഡ്. H61 ആണ്. H61 നമ്മളെ അസ്യൂസ് മദർ ബോർഡാണ്. ഇതിൽ ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് ആവില്ല. ഞാൻ ഈ ഇൻ്റൽ മദർ ബോർഡിൽ ഈ ഒരു ഗ്രീൻ കളർ വരുന്ന മിക്ക മദർ ബോർഡിലൊക്കെ ഈ സ്റ്റെപ്പ് ആവും. ഇപ്പോൾ ഇതൊരു സീരീസിൽ പെട്ട മദർ ബോർഡാണ്. ഇത് ജിഗാബൈറ്റ് ആണ്. ഇതൊരു ഇൻ്റലിൻ്റെ ബോർഡാണ്. ഇതുപോലത്തെ ബോർഡുകളിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ സർവീസിന് വന്നിട്ടുള്ള ബോർഡുകളാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഓരോ ബോർഡിൻ്റെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഞാൻ ഇതിലെന്തായാലും പോസ്റ്റ് ചെയ്യില്ല. നമുക്ക് ഡിസ്പ്ലേ എടുക്കാത്ത പ്രശ്നങ്ങൾ, അതേപോലെ ഫാന് കറങ്ങി നിൽക്കുക, അതുപോലെ തന്നെ ഓഡിയോ വർക്ക് ആയിരിക്കുക. അപ്പോൾ ഇതൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആക്ച്വലി ഇത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു പാസ്വേഡ് അൺലോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ഒരു പ്രോബ്ലം കണ്ടപ്പോൾ ഇത് റെക്ടിഫൈ ലൈവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഞാനിവിടെ പവർ ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. കീബോർഡിൽ നമ്മൾ തുടരെ F2, ഈ ബയോസ് സ്റ്റെപ്പ് F2 ആണ്. അപ്പോൾ F2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് വരിക. എൻ്റർ പാസ്വേഡ് അൺലോക്ക് സിസ്റ്റം എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പാസ്വേഡ് ടൈപ്പ് ചെയ്യാതെ നമുക്കിത് ബയോസിലേക്ക് പോകാനോ, നമുക്ക് വേറെ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുക, വിൻഡോസ് ചെയ്യുക, അതിനൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാസ്വേഡ് നമ്മൾ അറിയാതെ തെറ്റായിട്ട് കൊടുത്താലോ എന്തെന്നെ ചെയ്താലും നമുക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ പാസ്വേഡ് നമുക്ക്
അൺലോക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ പവർ ഓഫ് ചെയ്യുകയാണ്. നമ്മൾ പവർ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പുള്ളൂ. നമ്മൾ വീഡിയോ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വർക്കിംഗ് നമ്മളിതിൻ്റെ പ്രോബ്ലം തീർക്കൽ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് കൊണ്ട് പരിപാടി ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബോർഡിനകത്തും ഒരു ബയോസ് ജമ്പർ വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഇതിൻ്റെ ബയോസ് ജമ്പറാണ്. ഈ ജമ്പർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു 3 ലെഗ് നിങ്ങൾക്ക് കാണുന്നില്ലേ, ഈ 3 ലെഗിൽ ഈ ഫസ്റ്റത്തെ ലെഗിൽ 2ലുമാണ് ജമ്പർ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പുറത്തെ ലെഗിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ SMBS ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. ഇത് സെയിം ബോർഡാണ്. ഇതിൽ നോർമലി ഈ ഒരു ജമ്പർ ഈ ഒരു പൊസിഷനിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണ്. ഇനി നമ്മൾ പവർ ഓൺ ചെയ്യാം. ഇനി നമ്മൾ മദർ ബോർഡ് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജമ്പർ ഇവിടെ നോക്കിയല്ല, ഇതിൽ ഈ സെയിം ബോർഡ് തന്നെയാണ് ഇതും. അപ്പോൾ ഞാൻ ജമ്പർ ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തതിന് ശേഷം F2 തുടരെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വരും. അപ്പോൾ നമ്മൾ ആ ബയോസ് പിന്നെ ജമ്പർ അവിടുന്ന് മാറ്റി കൊടുത്തത് കാരണമാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ വന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ക്ലിയർ ബയോസ് പാസ്വേഡ്. അത് ജസ്റ്റ് നമ്മൾ അതിലേക്ക് വന്നതിന് ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് വരും, ബയോസ് പിന്നെ പാസ്വേഡ് ക്ലിയർ ചെയ്യണോ വേണ്ടതെന്നാണ്. അപ്പോൾ വൈ കൊടുക്കുക, കീബോർഡിൽ എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം കീബോർഡിൽ F10 കൊടുക്കുക. F10 കൊടുത്തതിന് ശേഷം വീണ്ടും എസ് കൊടുക്കുക, വൈ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. നമ്മളുടെ ജമ്പർ പൊസിഷൻ ശരിയല്ല, അത് മാറ്റി കൊടുക്കുകയാണ്, നോർമലി ആയിട്ട് ഇടാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ജമ്പർ മാറ്റി കൊടുത്തപ്പോൾ നമ്മൾ അത് പിന്നെ ബയോസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ബയോസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ പവർ ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ SMBSൻ്റെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഈ പവർ ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ മദർ ബോർഡ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഴയ പൊസിഷനിൽ തന്നെ നമ്മൾ ജമ്പർ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന പോലെ ജമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ SMBS ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞാൻ പവർ ഓൺ ചെയ്യുകയാണ്. മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. തുടരെ F2 കൊടുക്കുക. ഈ മദർ ബോർഡിൻ്റെ ബയോസ് കട്ടിക്കുന്നത് F2 ആണ്. ചില മദർ ബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മളുടെ ബയോസ് സ്റ്റെപ്പ് സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ പിന്നെ പാസ്വേഡ് ലോക്ക് ചെയ്തതൊക്കെ അൺലോക്കായിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമൺ ആയിട്ടുള്ള ചെറിയ പ്രോബ്ലം ചില ആളുകൾ നേരെ സർവീസ് സെൻറ്ററിൽ പോകും, 10-500 അവർ ഈടാക്കും. പിന്നെ അതിൽ നമുക്ക് 10-500 മാത്രമല്ല, നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാവും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഒരു പാസ്വേഡ് അൺലോക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലത്തെ അസ്യൂസ് ബോർഡ് ആണെങ്കിൽ ഒരു പക്ഷേ ഈ മെത്തേഡ് ആവില്ല. അപ്പോൾ ഞാൻ ഈ ബോർഡിൽ വരുമ്പോൾ ഞാൻ ആ കോംപ്ലിക്കേറ്റഡ് ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കാണിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള IC വരുന്നത് നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇതാണ് പിന്നെ അസ്യൂസ് മദർ ബോർഡിൽ വരുന്ന ബയോസ് IC. മറിച്ച് നമുക്ക് H61 വരുന്ന IC നമുക്ക് ബ്ലോവർ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഞാൻ പിന്നെ ഈ ബോർഡിലൊക്കെ ഞാൻ കൂടുതലും പാസ്വേഡ് വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ ഡെല്ല് ബോർഡിലാവുമ്പോൾ ഡെല്ല് ബോർഡിൻ്റെ വേറെ അസ്യൂസ് 2-3 ഐറ്റം ബോർഡുകൾ വരുന്നുണ്ട്. ഈ ബോർഡിൽ ബയോസ് അൺലോക്ക് വേറെയാണ്, ഈ ജിഗാബൈറ്റ് മദർ ബോർഡിൽ വേറെയാണ്. അപ്പോൾ ഓരോ ബോർഡിലും വരുന്ന പ്രോബ്ലങ്ങളും അതിൻ്റെ ലോക്കും ഞാൻ വീഡിയോ സഹിതം ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് മാത്രം അല്ല ഉണ്ടാവുക. നമുക്ക് സാധാരണ നമുക്ക് ഓരോ ബോർഡിലും വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഇതേപോലെ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ചാനലിലിടും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോസ് ഇല്ലാതിരിക്കില്ല. നമ്മളിതിൽ ആൾ ടെക് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാ കോമൺ ആയിട്ടുള്ള സർവീസുകളും, അതായത് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ
വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുക പരമാവധി. നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അത് പിന്നെ ഓഡിയോ സിസ്റ്റം, അതുപോലെ തന്നെ DVR സർവീസിങ്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന സർവീസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരുവിധമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യലാണ് നിങ്ങൾക്ക് കഴിയുന്ന ഒരു ഉപകാരം. അത് നിങ്ങൾ എന്തായാലും ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ടാണ്, നമ്മൾ അന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിതിൽ പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതായത് യൂസ്ഡ് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ലാപ്ടോപ്പുകളൊക്കെ നമ്മൾ പിന്നെ യൂസ്ഡ് ചെറിയ വിലക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും നിങ്ങൾ ഓരോ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കാണും. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, അതുപോലെ തന്നെ എന്ത് A to Z സ്പെയറുകളും നമ്മൾ യൂസ്ഡ് ആയിട്ട് ചെറിയ വിലക്ക്, പകുതി വിലക്ക് നിങ്ങൾക്ക് ഗ്യാരൻറ്റിയോട് കൂടെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ഷമീർ, ബായ്.